എന്തായി മോനെ പോയ കാര്യങ്ങൾ? വിശാലാക്ഷി അമ്മ സന്തോഷത്തോടെ ഗംഗാധരന്റെ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. ആ വ്യക്തി ഗംഗാധരനോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം അയാൾ വിശാലാക്ഷി അമ്മയോട് പറഞ്ഞു. ഛേ, അയാൾ എന്ത് വർത്തമാനാണ് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനം അത് നിൽക്കുമല്ലോ മോനെ. അതെ അമ്മേ, അത് തന്നെയാണ് എൻ്റെ വിഷമവും. പക്ഷേ അയാൾ ഒരു ഓഫർ ഇട്ടിട്ടുണ്ട്. നല്ലൊരു തുക തന്നെ നൽകാമെന്ന്. ഏതായാലും ഞാൻ ചോദിക്കുന്ന പണം നൽകണം, അല്ലെങ്കിൽ കാര്യം മാറും. ഈ ഗംഗാധരൻ അത്ര പൊട്ടൊന്നുമല്ല. എൻ്റെ രക്തമല്ലാത്ത ഒരുത്തിയെ എൻ്റെ സ്വന്തം രക്തമാണെന്ന് പറഞ്ഞ് ഇത്രയും കാലം ഈ തറവാട്ടിൽ പൊറിപ്പിച്ചില്ലേ, അതുകൊണ്ട് എനിക്ക് കിട്ടണം. അവളുടെ മേൽ ഇത്രയും കാലം ചെലവഴിച്ചതിൻ്റെ പണത്തിൻ്റെ മുതലും പലിശയും പലിശയുടെ പലിശയും അടക്കം. അതേ മോനെ, ആ പിഴച്ചവളെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി പണം ഉണ്ടാക്കണം. എല്ലാം ഗായത്രി മോളുടെ ഭാവി ജീവിതത്തിന് വേണ്ടി സുരക്ഷിതമാക്കാനുള്ളതാണ്. അത് മറക്കണ്ട നീ. അത്രയും പറഞ്ഞ് വിശാലാക്ഷി അമ്മ നടന്നു നീങ്ങുമ്പോൾ ഗംഗാധരൻ മനസ്സിൽ പല തീരുമാനങ്ങളും എടുക്കുകയായിരുന്നു. മുറ്റത്ത് കാർ നിർത്തി യാത്രയിൽ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ കാണുന്നത് ആമി സ്റ്റൂളിൻ്റെ മുകളിൽ കയറി നിന്ന് ഫാനിൻ്റെ പൊടിയെല്ലാം തട്ടുന്നതാണ്. വെറുതെ താഴേക്ക് നോക്കി അവൻ കാണുന്നത് സ്റ്റൂളിൻ്റെ കാലിളകിക്കൊണ്ടിരിക്കുന്നതാണ്. ഫാനിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ജോലി ചെയ്യുന്ന ആമി സ്റ്റൂൾ ഇളകൊന്നും ശ്രദ്ധിച്ചിട്ടില്ല എന്ന് അവന് മനസ്സിലായി. ആമി സൂക്ഷിച്ച്! ആത്രയുടെ പെട്ടെന്നുള്ള അലർച്ച കേട്ടതും ആമി ഞെട്ടിക്കൊണ്ട് മുന്നോട്ട് നോക്കി. പക്ഷെ അപ്പോഴേക്കും സ്റ്റൂളിൽ നിന്ന് തെന്നി മാറി നിലത്തേക്ക് വീണിരുന്നു ആമി. ആമി വീഴുന്നതിന് മുന്നേ തന്നെ ആത്രയെ അവളെ ഇടുപ്പിലൂടെ കൈകൾ ചേർത്ത് പിടിച്ചു. പക്ഷെ ബാലൻസ് തെറ്റി ഇരുവരും നിലത്തേക്ക് വീണതും ആമിയുടെ ചുണ്ടുകൾ ആത്രയുടെ കഴുത്തിലെ ശക്തമായി തന്നെ പതിഞ്ഞു. ഒരു നിമിഷം ഇരുവരുടെയും ശരീരമൊന്ന് വിറച്ചുപോയി. ആമിയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. ആത്രയുടെ കഴുത്തിടുക്കിൽ നിന്നും തൻ്റെ മുഖമുയർത്തി അവൾ അവനെ നോക്കി. ഈ സമയം ആത്രയെ നിറഞ്ഞ പുഞ്ചിരിയുടെ ആമിയെ തന്നെ കണ്ണെടുക്കാതെ നോക്കി കിടക്കുകയായിരുന്നു. ഒരു നിമിഷം ആമിയുടെ കണ്ണുകൾ അവൻ്റെ തെളിഞ്ഞു കാണുന്ന നുണക്കുഴിക്കാളിലേക്ക് എത്തി നിന്നു. എന്തുകൊണ്ടോ ആ നുണക്കുഴിയിലൊന്ന് തൻ്റെ ചൂണ്ടുവിരൽ കൊണ്ട് കൊത്തുവാൻ അവൾക്കൊരു കൊതി തോന്നി. തന്നെ പ്രണയത്തോടെ നോക്കിക്കിടക്കുന്ന കണ്ണേട്ടനെ ആമി കണ്ണെടുക്കാതെ നോക്കി. ഈ സമയം തന്നെ കണ്ണെടുക്കാതെ നോക്കുന്ന ആമിയെ കണ്ടതും ആത്രയും നേരം ആമിയെ തന്നെ പുഞ്ചിരിയോടെ നോക്കിക്കിടന്ന ആത്രയുടെ മുഖത്തെ ഭാവങ്ങൾ മാറി മറിയുവാൻ അധിക നേരം വേണ്ടി വന്നില്ല. ഇടുപ്പിലുണ്ടായിരുന്ന അവൻ്റെ കൈകൾ പതിയെ അവളുടെ അണിവയറിലേക്കായി എത്തിച്ചേർന്നു. അതിനോടൊപ്പം തന്നെ ഒരു കൈ ആമിയുടെ തലയ്ക്ക് പിറകിലായി വെച്ചുകൊണ്ട് ആ ഇളം റോസ് ചുണ്ടുകളിലേക്ക് അവൻ തൻ്റെ ചുണ്ടുകൾ ചേർത്തു. കണ്ണുകൾ അടച്ചുകൊണ്ട് അവൻ നൽകുന്ന ചുംബനം ആമി സ്വീകരിക്കുമ്പോൾ ആ നിമിഷം അവളുടെ മനസ്സ് ശൂന്യമായിരുന്നു. ഇത്രയും കാലം താൻ ഒളിപ്പിച്ചു വെച്ചിരുന്ന പ്രണയം അവൾ പോലും അറിയാതെ അവന് മുന്നിൽ തുറക്കപ്പെട്ടു. തനിക്ക് വിധേയായി കിടക്കുന്നവളെ ആദ്യം പ്രണയപൂർവ്വം, പിന്നീട് ആ ചുംബനം വന്യതയിലേക്ക് മാറുവാനും അധിക നേരം വേണ്ടി വന്നില്ല. കണ്ണുകൾ അടച്ചുകൊണ്ട് അവൻ നൽകുന്ന ചുംബനം ഏറ്റുവാങ്ങുമ്പോൾ ഏതോ ഒരു നിമിഷത്തിൽ ആമി തിരിച്ച് ആത്രയെ ചുംബിച്ചു. അത്രയും നേരം തൻ്റെ ഇരു കണ്ണുകളും അടച്ചിരുന്ന ആത്രയെ ആമി തന്നെ തിരിച്ചു ചുംബിക്കുന്നത് അറിഞ്ഞതും അവൻ അവളെ ഒറ്റത്തിരിക്കലിന് തനിക്ക് താഴെയാക്കി അവളുടെ ചുണ്ടിലേക്ക് ആഴ്ന്നിറങ്ങി. ദീർഘമായ ചുംബനം. ഇരുവരുടെയും ശരീരത്തിൽ വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു. ഇനിയും അകന്നില്ലെങ്കിൽ ശ്വാസതടസ്സം മൂലം തങ്ങൾ മരിച്ചു പോകുമെന്ന് തോന്നിയ സന്ദർഭത്തിൽ അവളിൽ നിന്ന് തൻ്റെ ചുണ്ടുകളെ ആത്രയെ വേർപ്പെടുത്തിയതും ആമി ആഞ്ഞു ശ്വാസം വലിക്കുവാൻ തുടങ്ങി. സത്യത്തിൽ അപ്പോഴാണ് ആമിക്ക് ശരിക്കും ബോധം വന്നത്. തന്നെ നോക്കി പ്രണയപരവശനായി പുഞ്ചിരിച്ച് തൻ്റെ ദേഹത്ത് അമർന്നു കിടക്കുന്ന കണ്ണേട്ടനെ ഒരു നിമിഷം ആമി ചുവന്ന മുഖത്തോടെ നോക്കിപ്പോയി. എന്തോ തൻ്റെ കണ്ണേട്ടനെ നോക്കാൻ സാധിക്കുന്നില്ല. ആമി അവൾ വല്ലാതെ പരവശയായി. ഒരു കള്ളച്ചിരിയുടെ ആത്രയെ ആമിയെ നോക്കി ഒന്ന് മൂളിയതും ആമി പെട്ടെന്ന് അവനെ പിടിച്ച് തള്ളിക്കൊണ്ട് വേഗം മുറിയിലേക്ക് ഓടിപ്പോയി. ആമിയുടെ പരിഭ്രമത്തോടെയുള്ള ഓട്ടം കണ്ടതും നിലത്തിരുന്നു കൊണ്ട് തന്നെ ആത്രയെ അവൾ പോകുമെന്ന് നോക്കിക്കൊണ്ട് പൊട്ടിച്ചിരിച്ചു പോയി. ഒപ്പം തൻ്റെ ചുണ്ടുകളെ അവൻ തഴുകുവാനും ഒന്നും മറന്നില്ല. അകത്തേക്ക് വരാമോ? ചിറക്കൽ കോവിലകത്തെ ഓഫീസ് മുറിയിൽ ഇരുന്നു കൊണ്ട് രാമനാഥ വർമ്മയും ദേവാൻഷും ഫയലുകൾ നോക്കുകയായിരുന്നു. ഈ സമയമാണ് മുറിയുടെ പുറത്തുനിന്ന് ശങ്കർ അവരെയൊന്ന് വിളിച്ചത്. ആഹാ ശങ്കർ, താൻ എന്താടോ അനുവാദമൊക്കെ ചോദിക്കുന്നത്? അകത്തേക്ക് വാടോ. രാമനാഥ വർമ്മ ശങ്കറിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്താ ഇവിടെ പരിപാടി? അച്ഛനും മോനും വളരെ തിരക്കിലാണെന്ന് തോന്നുന്നു. അതെ അങ്കിൾ, ഒരു പുതിയ ടെൻഡർ വന്നിട്ടുണ്ട്. അതിൻ്റെ ചില പേപ്പറും കാര്യങ്ങളെല്ലാം നോക്കുന്ന തിരക്കിലായിരുന്നു. ദേവാൻഷ് പുഞ്ചിരിച്ചുകൊണ്ട് ശങ്കറിനോട് പറഞ്ഞു. അയ്യോ ആണോ? എന്നാൽ പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം. നിങ്ങളുടെ ജോലിക്ക് തടസ്സമാകേണ്ട. ഏയ് അങ്കിൾ, അങ്ങനെ ഒന്നുമില്ല. അങ്കിൾ ഇരിക്കുക, ഇതിപ്പോൾ കഴിയാറായി. അല്ല, ചോദിക്കാൻ മറന്നു, എപ്പോഴാ വന്നത്? ഫ്ലൈറ്റ് കുറച്ച് ഡിലേ ആയിരുന്നു. ദാ വന്നു, കുളിച്ചു, ഒരു കോഫി കുടിച്ച് ഇങ്ങോട്ട് വന്നതാ. എന്നാൽ നിങ്ങൾ സംസാരിച്ചിരിക്കുക, ഞാനെന്നാ ഉണ്ണി ഒന്ന് കണ്ടിട്ട് വരാം. അങ്കിൾ കുറച്ച് ദിവസം ഇവിടെ കാണില്ലേ? കാണും ദേവാ, എനിക്ക് കുറച്ച് അത്യാവശ്യ കാര്യങ്ങൾ ഇവിടെ ചെയ്തു തീർക്കാനുണ്ട്. ഇനി ദുബായിലുള്ള എൻ്റെ ബിസിനസ് എല്ലാം ഇങ്ങോട്ടേക്ക് മാറ്റിയാലോ എന്ന് കരുതുന്നത്. ഭാനുവിനെയും വേദിക മോളെയും നിങ്ങൾ ഒരുപാട് സഹായിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ശങ്കർ പുഞ്ചിരിച്ചുകൊണ്ട് രാമനാഥനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അതെന്താ ശങ്കർ നീ അങ്ങനെ പറഞ്ഞത്? ഭാനു എൻ്റെ സഹോദരിയല്ലേ? അവളുടെ മകൾ എനിക്ക് മകൾ തന്നെയാണ്.
പിന്നെ കുട്ടികളല്ലേ, പ്രായത്തിൻ്റെ പക്വതക്കുറവുണ്ട്, ഓരോന്ന് കാണിച്ചു കൂട്ടും എന്ന് കരുതി നമ്മൾ അവരെ വെറുക്കുമോ? ഒരിക്കലുമില്ല. ശങ്കർ അങ്ങനെ കാട് കയറി ചിന്തിക്കേണ്ട കേട്ടല്ലോ. രാമനാഥവർമ്മ അയാളുടെ തോൾ തട്ടിക്കൊണ്ട് പറഞ്ഞു. അതല്ല അളിയ, മോളുടെ സ്വഭാവം എനിക്കറിയാം. ഞാൻ അതുകൊണ്ടാണ്. അതുമാത്രമല്ല, ഞാൻ പിന്നെ അളിയ, അത് ഞാനൊരു കാര്യം കൂടി പറയാനാണ് ഇപ്രാവശ്യം ഇവിടേക്ക് വേഗം വന്നത്. അത് മറ്റൊന്നുമല്ല, വേദിക മോളുടെ വിവാഹം ദേവനുമായിട്ട് നടത്തണ്ടേ? എന്താ മോനെ ദേവാ, മുത്തശ്ശൻ മരിക്കാൻ മുന്നേ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നു, നിനക്ക് ഓർമ്മയില്ലേ രാമ? അയാൾ രാമനാഥവർമ്മയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. എനിക്കറിയാം മോനെ, വേദികയുടെ സ്വഭാവം നിനക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല എന്ന്. സത്യം പറയാലോ, ഒരച്ഛൻ എന്ന നിലയ്ക്ക് ഞാനൊരു പരാജയമാണെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. നീ വിവാഹം കഴിക്കുകയാണെങ്കിൽ മോളെ, എൻ്റെ മകൾ എൻ്റെ അരികിൽ തന്നെ ഉണ്ടാകുമല്ലോ. അതുമാത്രമല്ല, ചിലപ്പോൾ അവളൊരു ഭാര്യയായി കഴിഞ്ഞാൽ ഈ സ്വഭാവമെല്ലാം മാറിയാലോ. അളിയനറിയാലോ ഭാനുമതിയെ, അവളെപ്പോലെ തന്നെയാണ് മകളും. ഞാൻ പിന്നെ വഴക്കൊന്നും പറയാറില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. അളിയനെ അറിയുന്നതല്ലല്ല. ഇതിപ്പോൾ വേദിക മോൾക്കും പ്രായമായി വരികയാണ്. ഒരു വിവാഹം കഴിക്കേണ്ട സമയമൊക്കെ ആയി തുടങ്ങി. അച്ഛൻ മരിക്കുന്നതിന് മുന്നേ ഈ തറവാട്ടിലെ പെൺമക്കളിൽ പിറക്കുന്ന പെൺകുട്ടിയെ കൊണ്ട് ദേവിന് വിവാഹം കഴിപ്പിക്കണമെന്ന് പറയുന്നതല്ലേ. അന്ന് അവർ കൊച്ചുകുട്ടികളാണ്. പക്ഷേ വലിയവരായ നമ്മളെല്ലാം അച്ഛന് വാക്ക് കൊടുത്താണ്. മരിച്ചുപോയ അദ്ദേഹത്തിന് നൽകിയ വാക്ക് പാലിക്കാതിരിക്കാൻ പറ്റുമോ അളിയ? ശങ്കർ രാമനാഥവർമ്മയെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ശങ്കർ, താൻ പറഞ്ഞത് ശരിയാണ്. അച്ഛൻ മരിക്കുന്നതിന് മുൻപേ തറവാട്ടിൽ ജനിക്കുന്ന എൻ്റെ സഹോദരിമാരിൽ ആർക്കെങ്കിലും പെൺകുട്ടി ജനിക്കുകയാണെങ്കിൽ ദേവാൻഷിനെ കൊണ്ട് അവളെ വിവാഹം കഴിപ്പിക്കണമെന്ന് പറയുകയും ഒപ്പം ഒരു വിൽപത്രം ഉണ്ടാക്കുകയും ചെയ്തിരുന്നു. അത് സത്യം തന്നെയാണ്. അച്ഛൻ അങ്ങനെ ചെയ്തത് സ്വത്തുക്കളൊന്നും പുറത്തേക്ക് പോകരുതെന്ന ഉദ്ദേശം വെച്ചിട്ടായിരിക്കാം എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. എന്തായാലും ഈ വിവാഹം നടന്നേ പറ്റൂ. ഇല്ലെങ്കിൽ സ്വത്തുക്കളെല്ലാം ട്രസ്റ്റിന് പോകും. അത് ഞാൻ സമ്മതിക്കില്ല. കാരണം എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വത്തുക്കളാണ്. അതങ്ങനെ അന്യാധീനപ്പെടുവാൻ പാടില്ല. മോനെ ദേവ, നീ ആലോചിച്ചൊരു മറുപടി ഞങ്ങൾക്ക് ഉടനെ തരണം. നിന്റെ വിവാഹം ഇനി നീട്ടിവെക്കാൻ സാധിക്കില്ല. കാരണം നിനക്കും ഒരേ സമയം വേദിക മോൾക്കും പ്രായം കൂടുകയാണ്. അത് മറക്കരുത്. ശങ്കർ അത്രയും പറഞ്ഞ് മുറിവിട്ട് ഇറങ്ങിപ്പോയി. ഈ സമയം ദേവാൻ ഷാകെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അവൻ തൻ്റെ മുന്നിൽ നിൽക്കുന്ന ശങ്കറിനെ ഒന്ന് നോക്കി. തന്നെ പ്രതീക്ഷയോടെ നോക്കി നിൽക്കുന്ന ശങ്കറിനെ നോക്കി ദേവാൻഷിന് എന്ത് പറയണമെന്ന് അറിയാതെ നിന്നു. അങ്കിൾ, എനിക്ക് അറിയാം ദേവ, എനിക്ക് മനസ്സിലാകും തന്നെ. ഇഷ്ടമില്ലാത്തൊരു ജീവിതം കെട്ടിപ്പടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അയാൾ എന്തോ ഒരു ഓർമ്മയിൽ ദേവാൻഷിൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു. പക്ഷേ ഇവിടെ നിന്റെ ശങ്കർ അങ്കിൾ തികച്ചും നിസ്സഹായനാണ്. അറിയാലോ, നിനക്ക് വേദിക മോളാണ് ഈ തറവാട്ടിലെ ആദ്യത്തെ പെൺകുട്ടി. അപ്പോൾ നീ അവളെ വിവാഹം കഴിച്ചേ പറ്റൂ മോനെ. വേറെ വഴിയില്ല. ഞാൻ സ്വാർത്ഥനാണെന്ന് നീ കരുതും. പക്ഷേ ഇവിടെ അച്ഛൻ എന്ന നിലയ്ക്ക് ഞാൻ സ്വാർത്ഥനാവുകയാണ്. എൻ്റെ മകളുടെ ഭാവി. നീ ശങ്കറിനോട് ക്ഷമിക്കും മോനെ. അവരെ തോൾ തട്ടിക്കൊണ്ട് ശങ്കർ മുറിവിട്ടിറങ്ങിപ്പോയി. അപ്പോഴും ദേവ വല്ലാത്ത അവസ്ഥയിൽ മുറിവിട്ടു പോകുന്ന ശങ്കറിനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ഉണ്ണി മുറിയിലേക്ക് വരുമ്പോൾ കാണുന്നത് സുഭദ്രയുടെ മടിയിലായി തലവച്ച് കിടക്കുന്ന ദേവാൻഷിനെയാണ്. ദേവിന് എന്തെങ്കിലും വിഷമം വരുമ്പോൾ മാത്രമാണ് അവൻ തൻ്റെ അമ്മയുടെ മടിയിൽ ഇങ്ങനെ തലചേർത്ത് കിടക്കുന്നതെന്ന് ഉണ്ണിക്കറിയാം. അല്ല, എന്തു പറ്റി ദ ഗ്രേറ്റ് ബിസിനസ്മാൻ ദേവാൻഷ്? എന്താണ് സുഭദ്ര തമ്പുരാട്ടിയുടെ മുറിയിൽ? അതും പറഞ്ഞ് ഉണ്ണി ദേവിൻ്റെ അരികിലായി വന്നിരുന്നു. രണ്ടുപേരുടെ മുഖം കണ്ടതും കാര്യം ഗൗരവമുള്ളതാണെന്ന് ഉണ്ണിക്ക് തോന്നി. എന്താണ് ദേവ, എന്തു പറ്റി? അത് പിന്നെ മോനെ ഉണ്ണി, സുഭദ്ര ശങ്കർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ണിയോട് പറഞ്ഞു. ഇത് ഞാൻ പ്രതീക്ഷിച്ചതായിരുന്നു. എന്തായാലും പറയാതിരിക്കാൻ പറ്റില്ല അമ്മേ. ഭാനുവല്യമ്മയ്ക്ക് എന്തൊരു സ്വഭാവമാണ്. അവരുടെ മകൾ വേദിക അവരെ പോലെ തന്നെ. പാവം ശങ്കരങ്ങൾ, അവരൊരു പാവമായത് കൊണ്ടാ അവരെ രണ്ടുപേരും ഇങ്ങനെ സഹിക്കുന്നത്. ഇപ്പോൾ ഭാനുവല്യമ്മയും വേദികയും പറഞ്ഞിട്ടായിരിക്കാം അങ്കിൾ വന്ന് വല്യമ്മാനോട് ഇവരുടെ വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചത് പോലും. എന്നാലും മുത്തശ്ശൻ വല്ലാത്തൊരു പണി തന്നെ ചെയ്തു വെച്ചത്. ഈ തറവാട്ടിൽ ജനിക്കുന്ന പെൺകുട്ടിയെ കൊണ്ട് ഇവന് വിവാഹം കഴിപ്പിക്കണം പോലും. അങ്ങനെയൊക്കെ പറയുമ്പോൾ മുത്തശ്ശനും കരുതണ്ടേ ഇവൻ വലുതാകുമ്പോൾ ഇവനും മനസ്സ് ഉണ്ടെന്ന്. കുട്ടിക്കാലത്ത് അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് കരുതി ഇതിപ്പോൾ നടത്തണമെന്ന് എന്താണ് ഇത്ര നിർബന്ധം? ഉണ്ണി അല്പം ദേഷ്യത്തിൽ സുഭദ്രയോട് ചോദിച്ചു. അത് പിന്നെ മോനെ, ഏട്ടൻ പറയുന്നത് സ്വത്തുക്കളെല്ലാം ട്രസ്റ്റിലേക്ക്. മുഴുവൻ പറയാതെ സുഭദ്ര ഉണ്ണിയെ നോക്കി. അതെ, അതാണ് ഇപ്പോൾ കാര്യം. സ്വത്തുക്കളൊന്നും കൈവിട്ടു പോകാൻ പാടില്ലല്ലോ അല്ലേ? എല്ലാവരും കൂടി ചേർന്ന് ഇവൻ്റെ ഒരാളുടെ ജീവിതം അങ്ങ് തുലയ്ക്ക്. അല്ല, അമ്മാവനെ പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മാവൻ്റെ ഇഷ്ടത്തിന് നിന്ന് കൊടുക്കുന്ന ഇവനെ പറഞ്ഞാൽ മതി. അത്രയും പറഞ്ഞ് ദേഷ്യത്തോടെ ഇരുന്നിടന്ന് എഴുന്നേറ്റ് മുന്നോട്ടേക്ക് നടന്ന ഉണ്ണി പിന്തിരിഞ്ഞ് നിറകണ്ണുകളോടെ സുഭദ്രയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. നമ്മുടെ കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ എൻ്റെ ദേവനെ ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ടി വരില്ലായിരുന്നു അല്ലേ അമ്മേ? ഒരു നിമിഷം ഉണ്ണി അവനെ പറഞ്ഞതും സുഭദ്ര ഞെട്ടിക്കൊണ്ട് നിറ കണ്ണുകളോടെ അവനെ നോക്കി. ഈ സമയം അവരുടെ മടിയിലേക്ക് തലവെച്ച് കിടക്കുമ്പോൾ ദേവാൻഷിന്റെ ഹൃദയം വല്ലാതെ സങ്കടം കൊണ്ട് വിങ്ങുന്നുണ്ടായിരുന്നു. പുറത്തെ ജനലകളിൽ പിടിച്ചുകൊണ്ട് സുഭദ്ര വർഷങ്ങൾക്ക് പിറകെയുള്ള ആ നശിച്ച രാത്രിയിലേക്ക് കടന്നുപോയി. ഹരിയേട്ടൻ അന്ന് കോയമ്പത്തൂരിൽ ബിസിനസ്സാണ്. ഉണ്ണിക്ക് 7 വയസ്സായി. രണ്ടാമതും താൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ അതൊരു മോളായിരിക്കുമെന്ന് ഹരിയേട്ടൻ ഒരുപാട് ആശിച്ചിരുന്നു.
ഉണ്ണിക്ക് ഇഷ്ടം ഒരു കുഞ്ഞനുജിത്ത് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും അച്ഛനും മകനും എണ്ണി എണ്ണിയാണ് കാത്തിരുന്നത്. പക്ഷേ അന്നത്തെ ആ നശിച്ച രാത്രിയിൽ കോയമ്പത്തൂരിൽ നിന്ന് ബിസിനസ്സിൻ്റെ ആവശ്യങ്ങളൊക്കെല്ലാം കഴിഞ്ഞ് കാറിൽ തിരികെ തറവാട്ടിലേക്ക് വരുന്ന വഴിക്ക് ഒരു ടിപ്പർ ലോറിയുടെ രൂപത്തിൽ ഹരിയേട്ടനെ ദൈവം കൊണ്ടുപോയി. അച്ഛനോട് മുറിയിൽ നിന്ന് വലിയേട്ടൻ പറയുന്ന കേട്ടാണ് ഞാൻ വിവരങ്ങൾ അറിഞ്ഞത്. അപ്പോൾ തന്നെ ബോധം മറിഞ്ഞ് നിലത്തേക്ക് വയറടിച്ച് വീണു. ബോധം വന്നപ്പോൾ പിന്നീട് ഞാൻ അറിഞ്ഞത് എൻ്റെ പൊന്നു കുഞ്ഞു പോയി എന്നുള്ള വാർത്തയാണ്. ഭാനു ചേച്ചിയിൽ നിന്ന് അറിഞ്ഞു അതൊരു പെൺകൊച്ചായിരുന്നു എന്ന്. സുഭദ്രയെ പിറകിൽ നിന്നുള്ള ഭാനുമതിയുടെ വിളി കേട്ടതും ഓർമ്മകളുടെ കുത്തൊഴുക്കിൽ അകപ്പെട്ടു പോയി സുഭദ്ര ഭാനുമതിയുടെ വിളി കേട്ട് ഞെട്ടിക്കൊണ്ട് പിന്തിരി നോക്കി. എന്തു പറ്റി മോളെ നിനക്ക്? സുഭദ്രയുടെ കവിളിൽ തലോടിക്കൊണ്ട് ഭാനുമതി ചോദിച്ചു. അവരാ സമയം സുഭദ്രയുടെ വല്യേച്ചിയായി മാറിയിരുന്നു. ഒന്നുമില്ല ചേച്ചി, ഞാൻ വെറുതെ ഓരോ പഴയ കാര്യങ്ങൾ ഓർത്ത്. മുഴുവൻ പറയാൻ കഴിയാതെ സുഭദ്ര ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് വിതുമ്പിയതും ഭാനുമതി സുഭദ്രയുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. നഷ്ടപ്പെട്ടു പോയ കുഞ്ഞിനെ ഓർത്ത് നീ ഇങ്ങനെ എത്ര കാലം വിഷമിച്ചിരിക്കും സുഭദ്രയെ? അവരുടെ നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി ഭാനുമതി ചോദിച്ചു. അത് പിന്നെ ചേച്ചി, ഞാൻ പെട്ടെന്ന് വേദികമ്മളുടെ വിവാഹകാര്യം പറയാൻ ശങ്കരേട്ടൻ വലിയേട്ടൻ്റെ അരികിൽ പോയിരുന്ന കാര്യം ഞാൻ അറിഞ്ഞു. ഞാൻ ഗർഭിണിയായിരുന്ന സമയത്ത് ചേച്ചിയും ഗർഭിണിയായിരുന്നല്ലോ. എനിക്ക് 7 മാസമായിരുന്നു. അന്ന് ചേച്ചിക്ക് 9. ചേച്ചിക്ക് ഓർമ്മയുണ്ടോ? എനിക്കും ചേച്ചിക്കും ഒരുപോലെ പെൺകുട്ടികളാണെങ്കിൽ നല്ല രസമായിരുന്നേനെന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ പ്രസവിച്ചതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞ് ചേച്ചിയും പ്രസവിച്ചില്ലേ? സത്യത്തിൽ വേദികമ്മളുടെ പ്രസൻസ് കൊണ്ടാണ് അന്ന് ഞാൻ മാനസിക രോഗിയും മാറാഞ്ഞത് പോലും. കരഞ്ഞുകൊണ്ടും ഒപ്പം ചിരിച്ചുകൊണ്ടും സുഭദ്ര പറയുന്നത് കേട്ടതും ഭാനുമതിക്ക് തൻ്റെ സഹോദരിയുടെ അവസ്ഥ കണ്ട് വല്ലാത്ത വിഷമം തോന്നി. സ്വതവേ ഗൗരവക്കാരിയും സ്വത്തിനോടും പണത്തിനോടും ആർത്തിയുള്ളവളാണ് ഭാനുമതി. എങ്കിലും തൻ്റെ 2 അനിയത്തിമാരോടും അവർക്ക് പ്രത്യേക ഒരു വാത്സല്യമാണ്, പ്രത്യേകിച്ച് സുഭദ്രയോട്. കാരണം അവളുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടതോടുകൂടി ഒരു ഭ്രാന്തിയായി മാറാൻ ഒരുങ്ങിയ സുഭദ്രയെ വേദികമ്മളുടെ ഒറ്റ പ്രസൻസ് കൊണ്ടാണ് അവർ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് പോലും. ഒരു ചേച്ചി എന്ന നിലയ്ക്ക് തൻ്റെ അനിയത്തിയുടെ ജീവിതം തകർന്നു പോകാതെ അവളെ തന്നോട് ചേർത്ത് നിർത്തി യാഥാർത്ഥ്യം ഉൾക്കൊള്ളുവാനുള്ള ഒരു മനസ്സ് പാകപ്പെടുത്തുവാൻ ഭാനുമതി ഏറെ കഷ്ടപ്പെട്ടിരുന്നു. ആ സമയം അതിൻ്റെ ഒരു നന്ദി എപ്പോഴും സുഭദ്രയ്ക്കും ഉണ്ണിക്കും ഭാനുമതിയോട് ഉണ്ട് താനും. കുട്ടിക്കാലത്ത് സുഭദ്രയ്ക്ക് വേദിക എന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു. എന്നാൽ പോകെ പോകെ അവളുടെ സ്വഭാവം മാറി. പൂർണ്ണമായ അഹങ്കാരിയായി മാറിയ വേദികയോട് അല്പം നീരസം സുഭദ്രയ്ക്കുണ്ടെങ്കിലും അവളെ വെറുക്കുവാനുള്ള മനസ്സൊന്നും ഇപ്പോഴുമില്ല അവർക്ക് എന്നാണ് മറ്റൊരു സത്യം. കാര്യമായ എന്തോ ആലോചനയിലാണ് അത്രേ. പുതിയൊരു കേസ് വന്ന് പെട്ടിട്ടുണ്ട്. മർഡർ കേസ് ആയതുകൊണ്ട് തന്നെ എങ്ങനെ കൊലപാതകയെ കണ്ടുപിടിക്കാമെന്നുള്ള ആലോചനയിലായിരുന്നു അവൻ. ഈ സമയമാണ് അവൻ്റെ മൊബൈൽ റിംഗ് ചെയ്തത്. ഡിസ്പ്ലേയിൽ കാണുന്ന സരസ്വതിയുടെ പേര് കണ്ടതും അവൻ്റെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. അമ്മ, എന്താ കണ്ണാ, തറവാട്ടിലേക്ക് വരാനൊന്നും ദേഷ്യമില്ലേ എൻ്റെ കുട്ടിക്ക്? എത്ര ദിവസമായി കണ്ണാ നീ ഇവിടെ നിന്ന് പോയിട്ട്? അമ്മയ്ക്ക് നിന്നെ കാണാൻ കൊതിയാകുന്നു. ആമിമുൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല അമ്മ, കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ എന്തായാലും ഒരാഴ്ച കൂടി കഴിഞ്ഞേ വരികയുള്ളൂ. മനുവായിട്ട് സ്ഥലത്തില്ലാത്തത് കൊണ്ട് തന്നെ ഒരു പ്രൊജക്റ്റിൻ്റെ ആവശ്യമായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. 1-2 പേപ്പർ കൂടി ശരിയാക്കാനുണ്ട്. എന്തായാലും ഒരു 1 വീക്ക് അതിനുള്ളിൽ ഞങ്ങൾ തിരികെ എത്തും. എന്നാൽ അങ്ങനെ ആകട്ടെ. എന്തോ നിന്നെ കാണാതെ ആകെ എന്തോ പോലെ. നിന്റെ ശബ്ദമെങ്കിലും കേൾക്കാമല്ലോ എന്ന് കരുതിയാണ് ഞാൻ വിളിച്ചത്. എൻ്റെ മോൻ പിന്നെ വലിയ പോലീസ് ഉദ്യോഗസ്ഥനൊക്കെ അല്ലേ? അമ്മയെ വിളിക്കാനുള്ള നേരമൊന്നുമില്ലല്ലോ നിനക്ക്. സരസ്വതി അവനെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. അതിനാത്രയെന്ന് പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്തത്. നീ അധികം ചിരിക്കണ്ട. ഏതായാലും എല്ലാ ജോലിയും തീർത്ത് വേഗം വാ. നിന്നെ ഈ ആമിമോളെയും കാണാഞ്ഞിട്ട് ഒരു സുഖമില്ല, അതാ വിളിച്ചത്. അല്ല, ആമി എവിടെ മോനെ? അവൾ അടുക്കളയിലാണ്. ഞാൻ പുറത്താണ് അമ്മ. ഞാൻ കുറച്ച് കഴിഞ്ഞ് അമ്മയെ അങ്ങോട്ട് വിളിക്കാൻ പറയാം. എന്നാൽ അങ്ങനെ ആവട്ടെ. മോളോട് വിളിക്കാൻ പറ. എന്നാൽ അമ്മ വെക്കട്ടെ കണ്ണാ. ശരി അമ്മ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് കണ്ണാ. ആത്രയെ വീടിനകത്തേക്ക് കയറി ഡോറുകൾ ചേർത്തടച്ച് ഹാളിലേക്ക് ചെന്നതും അവിടെയൊന്നും ആമയെ കാണാനില്ലായിരുന്നു. ആമിയെ അവിടെ ഒന്നും കാണാതെയതും അവൻ മുറിയിലേക്ക് നോക്കിയപ്പോൾ കണ്ടു കിടക്കയിൽ കിടന്നുകൊണ്ട് എന്തോ ആലോചിച്ച് കിടക്കുന്ന തൻ്റെ പെണ്ണിനെ. ആമിയെ നോക്കി റൂമിൻ്റെ ഡോർ ചേർത്തടച്ച് ബെഡിലായി അവളുടെ അരികിലായി ആത്രയെ വന്ന് കിടന്നും സത്യത്തിൽ ആമി ഒന്ന് ഞെട്ടിപ്പോയി. ഇപ്പോൾ പിന്നെ ആമി ആത്രയുടെ അരികിൽ നിന്നും എഴുന്നേറ്റ് മാറി കിടക്കാനൊന്നും പോകാറില്ല. സത്യത്തിൽ അവൻ അതിന് സമ്മതിക്കില്ല എന്താണ് മറ്റൊരു സത്യം. എന്താ എൻ്റെ ഭാര്യ വലിയ ആലോചനയിലൊക്കെയാണല്ലോ. അത് അത് പിന്നെ കണ്ണേട്ടാ, പോരട്ടെ, എന്താ കാര്യം? അത് പിന്നെ എനിക്ക് കണ്ണേട്ടനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. പതിവിൽ കഴിഞ്ഞ ആമിയുടെ മുഖത്തെ ഗൗരവം കടതും അവൾ പറയാൻ പോകുന്ന കാര്യം അല്പം ഗൗരവമുള്ളതാണെന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം ആത്രയെ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. വാ, എഴുന്നേൽക്ക്. മുകളിൽ ബാൽക്കണിയിൽ പോയിരുന്നു സംസാരിക്കാം. ഒന്ന് മൂളിക്കൊണ്ട് അവന് പിറകെയായി തന്നെ ആമിയും അവനോടൊപ്പം മുകളിലേക്ക് കയറിപ്പോയി.